വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സങ്കീർത്തനം 119, 130 വാക്യം പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളുകൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. ദൈവം അവിടുത്തെ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വിതറുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് അന്ധകാരം മാറുകയും അരൂപിയുടെ വെളിച്ചം വന്ന് നിറയുകയും ചെയ്യുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുദാഹത്തോടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാൻ നമുക്കൊന്ന് ഒരുങ്ങാം. ഇന്ന് വചനവേദിയിൽ നമ്മോടൊത്തായിരിക്കുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റർ ജസ്ലിൻ MS അമ്മയാണ്. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഒരു നിമിഷം കൂടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 അധ്യായം 30 തിരുവചനം ഇങ്ങനെ പറയും: യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. കർത്താവിൻ്റെ മുൻപിൽ വലിയ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ ഇരിക്കുന്ന ഈ സമയം ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലങ്ങളെയും, ജീവിതത്തെ തളർത്തിക്കളയുന്ന എല്ലാ അനുഭവങ്ങളെയും നന്ദിയോടെ നമുക്കൊന്ന് സ്വീകരിക്കാം. കർത്താവേ, ഇത്രയും നാൾ നീ കൈപിടിച്ചു വഴി നടത്തിയെങ്കിൽ, ഇത്രയും നാൾ മനോഹരമായി ഞാൻ പ്രതീക്ഷിച്ചതിലും, ഞാൻ അർഹിച്ചതിലും, ഞാൻ അധ്വാനിച്ചതിലും അധികമായി നീ എന്നെ സഹായിച്ചു. നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നീ എന്നെ ബലപ്പെടുത്തിയിരുന്നു എല്ലായ്പ്പോഴും. ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ ഏതെങ്കിലുമൊക്കെ തളർച്ച എന്നെ ബാധിച്ചുവെങ്കിൽ, ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥത എന്നെ വരിഞ്ഞു മുറുക്കിയെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ഭാരങ്ങൾ എന്നെ വല്ലാതെ അലട്ടുന്നുവെങ്കിൽ, ഈ സമയം യേശുവേ, നിന്റെ കരങ്ങളിലേക്ക് സകലതും ഞാനിതാ ചേർത്ത് വയ്ക്കുന്നു. ഹൃദയത്തെ പരിശോധിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ, മനസ്സ് വായിച്ചറിയുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ജീവിതത്തെ ആയിരിക്കുന്നത് പോലെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആയിരിക്കുന്നത് പോലെ നമുക്കൊന്ന് സമർപ്പിക്കാം. അന്ധന്മാര് കർത്താവിൻ്റെ മുൻപിൽ ഇങ്ങനെയാ കരഞ്ഞ് പ്രാർത്ഥിച്ചത്: ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ, എന്നിൽ കനിയണമേ, കാഴ്ച തരണമേ എന്ന് അവർ പറഞ്ഞില്ല. മറ്റൊന്നിനു വേണ്ടിയും അവർ പ്രാർത്ഥിച്ചില്ല. ഞങ്ങളിൽ കനിയണമേ എന്ന് മാത്രം അവർ പ്രാർത്ഥിച്ചു. ഈശോ അവരുടെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ ചോദിച്ചു: എനിക്ക് ഇത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? നീ വിശ്വസിക്കുന്നുവോ? ഈ രാത്രി ഈ വചന ശുശ്രൂഷയിൽ ആത്മാർത്ഥമായി നമ്മൾ പങ്കുചേരുന്ന ഈ നിമിഷങ്ങളിൽ, ലോകത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ജീവിതങ്ങളെയും ഈശോ കാണുന്നു. ഇപ്പോൾ ഈ സമയം ഈശോ ഓരോരുത്തരോടും ചോദിക്കുന്നു: മകനെ, മകളെ, എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? അന്ധന്മാര് പറഞ്ഞതുപോലെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കും പറയാം: ഉവ്വ് കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ഈ മണിക്കൂർ അത്ഭുതത്തിൻ്റെ മണിക്കൂറാക്കി മാറ്റുമെന്ന്, ഈ മണിക്കൂർ കൃപയുടെ മണിക്കൂറാക്കി മാറ്റുമെന്ന്, ഈ മണിക്കൂർ അഭിഷേകത്തിൻ്റെ മണിക്കൂറാക്കി മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ നിറയണം. എൻ്റെ മനസ്സിൽ നീ നിറയണം. എൻ്റെ ചിന്തകളിൽ, എൻ്റെ ഓർമ്മകളിൽ, എൻ്റെ ഭാവനയിൽ, എൻ്റെ ബുദ്ധിയിൽ നിറയണം. ഈശോയെ, കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പിപ്പിടിച്ച് വലിയ വിശ്വാസത്തോടെ, എത്ര സ്നേഹത്തോടെ നിങ്ങൾക്ക് ഈശോയോട് പ്രാർത്ഥിക്കാവോ, എത്ര വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിക്കാവോ നമുക്ക് വിളിക്കണം. ഈശോയോട് പറയണം: എൻ്റെ മനസ്സിൽ നീ നിറയണം, എൻ്റെ ചിന്തകളിൽ നീ നിറയണം, എൻ്റെ ബോധ്യ തലങ്ങളിൽ നീ നിറയണം. ആഗ്രഹത്തോടെ നമുക്ക് ഒന്നിച്ച് പാടി പ്രാർത്ഥിക്കാം. മനസ്സിൽ നീ നിറയൂ, മനസ്സിൽ നീ നിറയൂ, മനസ്സിൽ നീ നിറയൂ നാഥ, മനസ്സിൽ നീ നിറയൂ. ചേർന്ന് പാടിയാലോ എല്ലാവരും? മനസ്സിൽ നീ നിറയൂ, മനസ്സിൽ നീ നിറയൂ, മനസ്സിൽ നീ നിറയൂ, മനസ്സിൽ നീ നിറയൂ
നാഥ മനസ്സിൽ നീ നിറയൂ. അല്പം കൂടെ സ്വരത്തിൽ പാടിയാലോ? മനസ്സിൽ നീ നിറയൂ. നിറയണേ ഈശോയെ, മനസ്സിൽ നീ നിറയൂ. നിറയണേ ഈശോയെ, മനസ്സിൽ നീ നിറയൂ. നാഥ മനസ്സിൽ നീ നിറയൂ. ആവർത്തിച്ച് പാടാം നമുക്ക്. മനസ്സിൽ നീ നിറയൂ. യേശുവേ, മനസ്സിൽ നീ നിറയൂ. യേശുവേ, മനസ്സിൽ നീ നിറയൂ. നാഥ മനസ്സിൽ നീ നിറയൂ. ആവർത്തിച്ച് മനസ്സിൽ നീ നിറയൂ. ഭാരങ്ങൾ നീങ്ങിപ്പോകണം. മനസ്സിൽ നീ നിറയൂ. മനസ്സിൽ നീ നിറയൂ. നാഥ മനസ്സിൽ നീ നിറയൂ. പാടാം. മനസ്സിൽ നീ നിറയൂ. മനസ്സിൽ നീ നിറയൂ. യേശുവേ, മനസ്സിൽ നീ നിറയൂ. മനസ്സിൽ നീ നിറയൂ. നാഥ മനസ്സിൽ നീ നിറയൂ. സ്നേഹം പകരാൻ സ്നേഹം പകരണമേ. പാടാം. സ്നേഹം പകരണമേ. സ്നേഹം പകരണമേ. നാഥ സ്നേഹം പകരണമേ. ശക്തി പകരാൻ, ധൈര്യം ശക്തി തരാൻ. നിറയ്ക്കണമേ. ശക്തി നിറയ്ക്കണമേ. ശക്തി നിറയ്ക്കണമേ. നാഥ ശക്തി നിറയ്ക്കണമേ. ശക്തി നിറയ്ക്കണമേ. ശക്തി നിറയ്ക്കണമേ. ഉള്ളു തുറന്ന് പാടുന്നു, ശക്തി നിറയ്ക്കണമേ. മനസ്സ് തുറന്ന് പാടുന്നു. ശക്തി നിറയ്ക്കണമേ. നാഥ ശക്തി നിറയ്ക്കണമേ. ടെലിവിഷൻ സ്ക്രീനിന്റെ മുൻപിലിരിക്കുന്ന എല്ലാവരും നിറയ്ക്കണമേ. പാടുന്നു ഒരുമിച്ച്. ശക്തി നിറയ്ക്കണമേ. ഒറ്റപ്പെടലും ഏകാന്തതയും കൊടുത്ത്, നിറയ്ക്കണമേ. നാഥ ശക്തി നിറയ്ക്കണമേ. വേദനകളെല്ലാം കൊടുത്ത്, ശക്തി നിറയ്ക്കണമേ. ശക്തി നിറയ്ക്കണമേ. ശക്തി നിറയ്ക്കണമേ. നാഥ ശക്തി നിറയ്ക്കണമേ. മനസ്സിൽ നീ നിറയണമേ. മനസ്സിൽ നീ നിറയൂ. മനസ്സിൽ നീ നിറയൂ. യേശുവേ, മനസ്സിൽ നീ നിറയൂ. നാഥ മനസ്സിൽ നീ നിറയൂ. പാടാം. മനസ്സിൽ നീ നിറയൂ. മനസ്സിൽ നീ നിറയൂ. ഈശോ നിറയുന്നു, മനസ്സിൽ നീ നിറയൂ. ഈശോ നിറയുന്നു നാഥ മനസ്സിൽ. മനസ്സിൽ നീ നിറയൂ. കരങ്ങൾ രണ്ടും നല്ലപോലെ മനസ്സിൽ ഉയർത്തിപ്പിടിക്കാം. നീ നിറയൂ. മനസ്സിൽ നീ നിറയൂ. മനസ്സിൽ നീ നിറയൂ. നാഥ മനസ്സിൽ നീ നിറയൂ. കണ്ണുനീർ തുള്ളികളെല്ലാം കാണും കർത്താവ്. മനസ്സിൽ നീ നിറയൂ. തളർച്ചകളെല്ലാം കാണും കർത്താവ്. നീ നിറയൂ. നാഥ മനസ്സിൽ നീ നിറയൂ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നീ നിറയൂ. എല്ലാ അനുഭവങ്ങളും കൊടുത്ത് നീ നിറയൂ. ശക്തിയായി നിറയുന്ന ഈശോയെ കണ്ട് നീ നിറയൂ. നാഥ മനസ്സിൽ നീ നിറയൂ. എല്ലാം മറന്ന് ഒരുമിച്ച് ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. നീ നിറയൂ. മനസ്സിൽ നീ നിറയൂ. യേശുവേ, മനസ്സിൽ നീ നിറയൂ. നാഥ മനസ്സിൽ നീ നിറയൂ. ഒന്നിച്ച് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. 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 ചേർന്ന് പാടാം. ഹല്ലേലൂയ. 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 ഇപ്പോൾ തന്നെ കർത്താവ് തൊടുന്നു എല്ലാവരെയും. കരങ്ങൾ ഉയർത്തി നല്ല സ്വരത്തിൽ യേശുവേ എന്ന് വിളിച്ച്, ജീവിക്കുന്ന ഈശോയെ വിളിച്ച്, സുഖപ്പെടുത്തുന്ന ഈശോയെ വിളിച്ച്, തളർച്ചകളിൽ ബലം തരുന്ന ഈശോയെ കണ്ട്, ശക്തി പകരുന്ന കർത്താവിനെ കണ്ട് ഒരുമിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളിക്കാം ഒരുമിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ രാത്രി സൗഖ്യത്തിന്റെ രാത്രിയാക്കി മാറ്റണം. ഈ രാത്രി അടയാളങ്ങളുടെ രാത്രിയാക്കി മാറ്റണം. മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ച്, മറ്റെല്ലാ ഉദ്യമങ്ങളും മാറ്റിവെച്ച്, യേശുവേ നിന്നെ മാത്രം വിളിക്കുന്ന, നിന്നിൽ മാത്രം ശരണപ്പെടുന്ന ഈ ജീവിതങ്ങളുടെ മേൽ കരുണയാകണം. ഈ സഹോദരങ്ങളെ ഇപ്പോൾ തന്നെ സുഖപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എല്ലാം മറന്ന്, എല്ലാം മറന്ന് കട്ടിലിൽ കിടക്കുന്നവരും, കസേരയിലിരുന്ന് കാണുന്നവരും കേൾക്കുന്നവരും, ദൂരെ ഇരുന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ഇവിടെ
കൂപ്പി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, സഹായം നമുക്കൊന്നിച്ച് ചോദിക്കാം. അമ്മേ, ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ അരികിലുണ്ടാകണേ. ഇളയമ്മയെ സന്ദർശിക്കാൻ തിടുക്കത്തിൽ യാത്ര ചെയ്ത പരിശുദ്ധ അമ്മേ, ഈ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഞങ്ങളെ സന്ദർശിക്കാൻ അമ്മ അരികിലേക്ക് വരണേ. അമ്മ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകണേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തില് 12-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയും: തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. തിരഞ്ഞെടുത്ത കുറച്ചു പേരോട് മാത്രമല്ല ഇങ്ങനെ പറഞ്ഞത്. തൻ്റെ മുൻപിലേക്ക് വരുന്ന അല്ലെങ്കിൽ പരിചയമുള്ളവരോട് മാത്രമല്ല പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയുക, അല്ലെങ്കിൽ റോമായിലുള്ള വിശുദ്ധർക്ക്, വിശ്വാസികൾക്ക്, അവരോട് മാത്രമല്ല ഇത് പറയുക. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കർത്താവിന് ഇതേ പറയാനുള്ളൂ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. നീ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഒരു മകനും മകളും എങ്കിൽ നിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ നിന്റെ ജീവിതം, നിന്റെ വിശ്വാസ ജീവിതം അതെപ്പോഴും ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കണം. അതെപ്പോഴും കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരനുഭവത്തിലായിരിക്കണം എന്ന് വലിയ സ്നേഹത്തോടെ ഇന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിച്ചു തരും. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ സാഹചര്യത്തിലും ചില സന്തോഷ വേളകളിൽ മാത്രമല്ല ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിക്കുന്നു, പ്രതീക്ഷിച്ചതിലേറെ അധികമായി കാര്യങ്ങൾ നടന്നു കിട്ടുന്നു. അപ്പോഴൊക്കെ സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു, തീക്ഷ്ണതയിൽ ജ്വലിക്കുന്നു. അല്ല, മാത്രമല്ല എല്ലാ വേളകളിലും പരാജയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോഴും, വേദനകൾ ഒന്ന് കഴിഞ്ഞ് അടുത്തത് വന്നു കഴിയുമ്പോഴും കർത്താവിനെ ശുശ്രൂഷിക്കാൻ മാന്യം അല്ലെങ്കിൽ മന്ദത നിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കൽ. തീക്ഷ്ണതയ്ക്ക് ഒരു കുറവും സംഭവിച്ചേക്കല്ല്. നീ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന മകനും മകളുമായി മാറണം എന്ന് കർത്താവ് ആശിക്കുന്നു. എത്രയോ തലങ്ങളിൽ ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ് നമ്മൾ. എത്രയോ ഇടങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, എല്ലാവരും മൈക്കെടുത്തിട്ട് ശുശ്രൂഷ ചെയ്യണമെന്നില്ല. പക്ഷേ ജീവിത സാഹചര്യങ്ങളിൽ ഒരു കുടുംബത്തിലെ അംഗം എന്ന നിലയിൽ, ഒരു സമർപ്പിത സമൂഹത്തിലെ അംഗം എന്ന നിലയിൽ, ഒരിടവക അംഗം എന്ന നിലയിൽ എത്രയോ അധികം ദൗത്യങ്ങൾ ഓരോരുത്തർക്കും കർത്താവ് തരുന്നു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ കർത്താവിനെ ശുശ്രൂഷിച്ച് തീക്ഷ്ണതയിൽ വളർന്ന് കർത്താവിൻ്റെ ആത്മാവിനോടൊപ്പം ജ്വലിച്ചു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഈ രാത്രി നമ്മെ ഓർമ്മിപ്പിക്കും. ഞാൻ ഓർക്കുന്നു, ജീസസ് യൂത്തിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് പ്രൊഫസർ CC ആലീസുകുട്ടി ചേച്ചി ഞങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം ഒരിക്കൽ പറഞ്ഞ ഒരു വാചകം ഞാൻ എന്നും ഓർക്കും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒറ്റ കാര്യം എന്നും മനസ്സിലേക്ക് വരാറുണ്ട്. പ്രാർത്ഥിക്കുന്ന മക്കള്, ഈശോയെ സ്നേഹിക്കുന്ന മക്കള് കാല് വെന്ത നായെ പോലെ ഓടിക്കൊണ്ടിരിക്കണോ എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ പോലും അടങ്ങിയിരുന്നേക്കല്ല്, ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കല്ല്, ഒരു ചെറിയ അവസരം പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കല്ല്. ഓരോ നിമിഷവും, ഓരോ ദിവസവും ഓരോ അവസരമായി കർത്താവ് വച്ചു നീട്ടി തരുമ്പോൾ ഈ അവസരങ്ങളിലെല്ലാം കർത്താവിനെ ശുശ്രൂഷിക്കാൻ, കർത്താവിനോടൊപ്പം ജ്വലിച്ചു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന വലിയ സത്യം. വിശ്വസിക്കുന്ന ഒരു മകനാണോ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു മകളാണോ നീ എങ്കിൽ ഈ ഒരു വലിയ തീക്ഷ്ണതയിൽ വളരേണ്ടത് ഏറെ ആവശ്യം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ രാത്രിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന മക്കളെ കണ്ടുപിടിക്കാൻ, വിശ്വാസത്തിൽ നിന്ന് അകന്നു കഴിയുന്ന മക്കളെ കാണുമ്പോൾ മനസ്സിൽ വേദന തോന്നി അവരേത് വിധേനയും
ദൈവത്തിങ്കിലേക്ക് നയിക്കാൻ ഒരു വലിയ കടപ്പാട്, ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഒരു കുടുംബനാഥൻ, ഒരു കുടുംബനാഥ, അല്ലെങ്കിൽ ഒരു വൈദികൻ, ഒരു സമർപ്പിത, ഏത് നിലയിൽ വർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന കാര്യം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. ഏതൊക്കെ അവസ്ഥകളിൽ കഴിയുന്നവരാണെങ്കിലും, മുറിവേറ്റ ഒരു മകനാണെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാൻ, രോഗിയായി കിടക്കുന്ന ഒരു മകളാണെങ്കിൽ അവരെ ഒന്ന് സന്ദർശിക്കാൻ, പാപത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ, യേശുവിനെ ഒന്ന് കാണാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ജീവിതത്തിലേക്ക് ഈശോയെ ഒന്ന് കൊണ്ടുകൊടുക്കാൻ തീക്ഷ്ണതയുള്ള മകനും മകളുമായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടിയിരിക്കുന്നു. ഞാൻ ഓർക്കുന്നു, ഇറ്റലിയിൽ ഒരു സഹോദരി, വാഴ്ത്തപ്പെട്ട ക്യാര ബെദാനോ ലൂച്ചെ എന്ന് പറയുന്ന ഒരു സഹോദരി, വാഴ്ത്തപ്പെട്ടവരുടെ നിലയിലേക്ക് അവൾ ഉയർന്നു. 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപേ അവൾ ഈ ലോകം വിട്ട് ഈശോയുടെ അടുത്തേക്ക് യാത്രയായി. വളരെ മിടുക്കിയായി സന്തോഷത്തോടെ കർത്താവിൻ്റെ ഒപ്പം ജീവിച്ചിരുന്ന ഒരു മോളായിരുന്നു ക്യാര. ഒത്തിരി സൽസ്വഭാവമുള്ള, വിശുദ്ധിയുള്ള ഒരു കുഞ്ഞ്. മാതാപിതാക്കള് 11 വർഷത്തോളം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് നേടിയെടുത്തൊരു കുഞ്ഞാണ്. അങ്ങനെ കിട്ടിയ ഈ മോള് മിടുക്കിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ 17 വയസ്സ് പ്രായമുള്ള സമയത്ത് ഈ കൊച്ചിന് മാരകമായ ക്യാൻസർ രോഗം വരികയാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോവും, വിശുദ്ധ ബലി മുടങ്ങിയിട്ടേയില്ല. എത്രയോ സമയം പ്രാർത്ഥനയ്ക്കായി അവൾ മാറ്റിവെക്കും. യുവജനങ്ങൾക്കൊക്കെ വലിയൊരു ആവേശമായിരുന്നു അവളുടെ വിശുദ്ധി നിറഞ്ഞ ജീവിതം കണ്ടിട്ട് അനേകർ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കൃപയിൽ വ്യാപരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മോൾക്ക് മാരകമായ ക്യാൻസർ രോഗം വരിക. ആദ്യം കേട്ടപ്പം ഒന്ന് ഞെട്ടിപ്പോയി പാവം. പക്ഷേ പിന്നീട് അവൾ അതിനെ അങ്ങ് അംഗീകരിച്ചു. അവൾ അത് മുഴുവൻ ഈശോയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. ഓരോ പ്രാവശ്യവും കീമോതെറാപ്പി കഴിഞ്ഞു വരുമ്പോൾ മനസ്സിൽ സന്തോഷമാണ്. കാരണം അവൾ ഇങ്ങനെയാ പറയുക, എനിക്ക് എൻ്റെ ഈശോയുടെ അടുത്തേക്ക് വേഗം പോകണം, എനിക്കെൻ്റെ ഈശോയുടെ അടുത്തേക്ക് വേഗം പോകണം. നല്ല പ്രായം, കഴിവുള്ള, മിടുമിടുക്കിയായ, നല്ല സുന്ദരിയായ മോള്, എല്ലാം ചെയ്യാൻ കഴിവുള്ള, അല്ലെങ്കിൽ എല്ലാത്തിനും പ്രാപ്തിയുള്ള മിടുക്കിയായ മോള്, ഈ മോള് ഈ അവസ്ഥയിൽ കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇരിക്കുമ്പോൾ മുടിയൊക്കെ അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. നല്ല മുടിയുള്ള കൊച്ചായിരുന്നു. ഈ മുടി ഇങ്ങനെ ഓരോന്നോരോന്ന് കൊഴിയാൻ തുടങ്ങി. ഇവൾ എന്നാ ചെയ്തെന്നറിയാവോ? ഓരോ മുടി എടുത്തിട്ട് കർത്താവിനെ നോക്കും, എന്നിട്ട് പറയും, ഫോർ യു ജീസസ്, ഫോർ യു ജീസസ്. എളുപ്പമല്ല ഇത് പറയാൻ. മാരകമായ ക്യാൻസർ രോഗം ഏതവസ്ഥയിലും അവൾക്ക് ഈ ലോകം വിട്ട് യാത്രയാകാം. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി അധികം മരുന്നൊന്നും ഇല്ല, ലാസ്റ്റ് സ്റ്റേജിലാണ്, ഇനി ഒരു ട്രീറ്റ്മെൻറ്റിനും കാര്യമായിട്ടില്ല അവൾക്ക് കൊടുക്കാൻ. ഈ അവസ്ഥയിൽ ഈ കൊച്ചി ഈശോയെ മാത്രം കണ്ടു. ആരൊക്കെ സങ്കടത്തോടെ ഇവളുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ, അല്ലെങ്കിൽ സന്തോഷമാണോ സുഖമാണോ ഇതൊക്കെ അന്വേഷിക്കാൻ വരുന്നവര് വേദനയോടെ കരഞ്ഞിട്ടാണ് അവർ വരുന്നതെങ്കിൽ ഇവളുടെ സംസാരം കൊണ്ട്, ഇവളുടെ ഇടപെടലുകൾ കൊണ്ട് അവരെ കുറെ കൂടെ ഉണർവുള്ളവരാക്കി പറഞ്ഞു വിടും. എത്ര സന്തോഷമായിരുന്നെന്നറിയോ ആ മുഖത്ത്, എത്ര തീക്ഷ്ണതയായിരുന്നെന്നറിയോ ആ മുഖത്ത്. വേദനയുടെ പാരമ്യത്തില് ഡോക്ടേഴ്സ് പറഞ്ഞു മോർഫിൻ കൊടുക്കാം, സഹിക്കാൻ പറ്റുന്നില്ല, അത്രയും വേദനയാണ്, മോർഫിൻ കൊടുക്കാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോ ഇവള് പറഞ്ഞു, വേണ്ട കേട്ടോ, മോർഫിൻ എനിക്ക് വേണ്ട. കാരണം എന്താണെന്നറിയോ? മോർഫിൻ എനിക്ക് കിട്ടിയാൽ എൻ്റെ സുബോധം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സുബോധം നഷ്ടപ്പെട്ടാൽ എൻ്റെ ഈശോയ്ക്ക് ബോധപൂർവം ഈ വേദന സമർപ്പിക്കാൻ സാധിക്കാതെ വരും. ബോധപൂർവം ഈ വേദനയെ സമർപ്പിക്കാൻ എനിക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് മോർഫിൻ എനിക്ക് തരണ്ട. അവള് അത് മുഴുവനും സഹിച്ചു. മറ്റൊരു പ്രത്യേകത ഈ വിശുദ്ധയായ മകളിൽ ഉണ്ടായിരുന്ന എന്താന്ന് കേൾക്കണോ? ഇവള് പറഞ്ഞു, ഞാൻ മരിക്കുമ്പം ഒരാൾ പോലും കരഞ്ഞേക്കല്ല്, ഞാൻ മരിക്കുമ്പോ ഒരാൾ പോലും കരഞ്ഞേക്കല്ല്. കരയുന്നവരെ എനിക്ക് വേണ്ട, പാട്ട് പാടാൻ കഴിവുള്ളവരെ വേണം, സന്തോഷിക്കാൻ കഴിവുള്ളവരെ വേണം. കാരണം ഞാൻ എൻ്റെ ഈശോയുടെ അടുത്തേക്കാ പോണത്. അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പോവും ഈശോയുടെ അടുത്തേക്ക്, അമ്മ കരഞ്ഞേക്കല്ല്, അമ്മ സന്തോഷിക്കണം, എൻ്റെ ഈശോയുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് എന്ന കാര്യത്തിൽ അമ്മ സന്തോഷിക്കണം. അവളെല്ലാവരെയും ഒരുക്കി, പാട്ട് പാടാൻ കഴിവുള്ളവരൊക്കെ അടുത്തേക്ക് വിളിച്ച് പാട്ടൊക്കെ പറഞ്ഞു കൊടുത്തു, പ്രാക്ടീസൊക്കെ കൊടുത്തു. മിടുക്കിയായിട്ട് അവളും കൂടെ പാടുകയാ. ഈശോയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുക അവള്. വെള്ള ഉടുപ്പൊക്കെ തയ്പ്പിച്ചു, അരയിൽ ചുമന്ന ബെൽറ്റൊക്കെ ഇടിയിക്കാൻ, വിവാഹ വസ്ത്രം പോലെ അത്രയും മനോഹരമായി അവളതൊക്കെ തയ്പ്പിച്ചെടുത്തു. ഒരുങ്ങിയിരുന്നു. അപ്പച്ചനും അമ്മയൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ വളരെ ശാന്തമായ മരണം
ഈശോ വന്ന്, പരിശുദ്ധ അമ്മ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. 18 വയസ്സ് തികഞ്ഞില്ലായിരുന്നു. 18 വയസ്സ് തികഞ്ഞില്ലായിരുന്നു. എത്രയധികമായി അവൾ ഈശോയെ പ്രണയിച്ചു. അവൾ എത്രയധികം ഈശോയെ മനസ്സിൽ കൊണ്ടു നടന്നു. നമുക്കൊക്കെ എത്രയോ പ്രായമായി, എത്രയോ അധികം വ്യാപാരങ്ങളും എത്രയോ അധികം അധ്വാനങ്ങളും എത്രയോ അധികം നേട്ടങ്ങളും കൊയ്തെടുത്തവരാ നമ്മൾ. ചിലപ്പോഴെങ്കിലും നമ്മുടെ വേദനകളിൽ, ചിലപ്പോഴെങ്കിലും നമ്മുടെ തളർച്ചകളിൽ പരാതി പറയുന്നവരാ നമ്മൾ, സങ്കടപ്പെടുന്നവരാ നമ്മൾ, ആരും അറിയാതെ കരയുന്നവരാ നമ്മൾ. രാത്രിയിൽ ഓർക്കുന്നില്ലേ, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ഉറക്കം വരുമോ? വരികയില്ല. ഫാൻ ഫുൾ സ്പീഡിലിട്ടാലും ഉറങ്ങാൻ പറ്റുകയില്ല. എത്ര രാത്രികൾ ഉറങ്ങാതെ, എത്ര പകലുകൾ സ്വസ്ഥതയില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണം പോലും സ്വസ്ഥമായിട്ടൊന്ന് കഴിക്കാൻ പറ്റാതെ വേദനയോടെ, ദൈവമേ എന്തുകൊണ്ട് നീ എന്നോട് ഇങ്ങനെ ചെയ്തു, ദൈവമേ എന്തുകൊണ്ട് നീ എന്നോട് ഇങ്ങനെ പെരുമാറി, ചോദ്യങ്ങളേറെ ആയി നടക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. ചോദ്യങ്ങളേറെ മനസ്സിൽ സൂക്ഷിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് സാഹചര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ ഓർക്കാപ്പുറത്ത് പ്രശ്നങ്ങൾ വരാം. ഓർക്കാപ്പുറത്ത് ഒരിക്കലും ചിന്തിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താകാം ഒരു അപകടം വരിക, ഒരു മരണം വീട്ടിൽ സംഭവിക്കുക, കടബാധ്യതകൾ കണ്ടിട്ടുണ്ട്. ലക്ഷങ്ങളും കോടികളും കടങ്ങളുള്ളവരെ എത്രയോ അധികം സഹോദരങ്ങൾ, മരിച്ചാൽ മതി എന്ന് പറഞ്ഞു നടക്കുന്ന എത്രയോ ജീവിതങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് ഈ നിമിഷങ്ങളിൽ നമ്മോട് ആവശ്യപ്പെടും, തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം. ഏത് സാഹചര്യത്തിലും. രോഗിയാണോ നീ? കട്ടിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായോ? ആരുമില്ലേ സഹായിക്കാൻ? ആരുമില്ലേ നിന്റെ കണ്ണുനീരൊപ്പാൻ? ആരുമില്ലേ നിന്റെ അടുത്തിരിക്കാൻ? ആരുമില്ലേ നിന്നെ കേൾക്കാൻ? ഈശോ ഉണ്ട് നിന്റെ കൂട്ടത്തില്. ഈശോ ഉണ്ട് നിന്റെ അരികിലിരിക്കാൻ. ഈശോ ഉണ്ട് നിന്നെ മനസ്സിലാക്കാൻ. അത് മതി നമുക്ക്. എത്രയധികം സമ്പത്ത് നേടിയാലും, എത്രയധികം ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലും, എത്രയധികം ഫ്ലാറ്റുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെങ്കിലും, എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഒരു സിസ്റ്റർ എന്ന നിലയിൽ ഈശോയ്ക്ക് 1000 നന്ദി പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കോൺവെന്റിലേക്കൊക്കെ പോരാൻ ഇറങ്ങുമ്പം ഒരുപാട് പേര് പറഞ്ഞു, എന്നാത്തിനാ കോൺവെന്റിൽ പോണത്? കോൺവെന്റിൽ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒത്തിരി കഴിവില്ലേ? മിടുക്കിയല്ലേ? ജോലിക്ക് പോകത്തില്ലേ? പഠിക്കത്തില്ലേ? കുറെ കൂടെ പഠിച്ച് ഉയരത്തില്ലേ? കുറെ കൂടെ നല്ല ജോലിയിലേക്ക് പ്രവേശിക്കത്തില്ലേ? ഒരുപാട് പേര് പറഞ്ഞു. ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്നൊരൊറ്റ ചിന്ത, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിതത്തിൻ്റെ മുഴുവനും സമർപ്പിക്കണമെന്നൊരൊറ്റ ചിന്ത. സഹോദരാ, സഹോദരി, നിന്റെ ഈശോ ഏതൊരു ദൗത്യം നിന്നെ ഏൽപ്പിച്ചുവെങ്കിൽ, ഒരു കൊച്ചു കുടുംബമേ തന്നിട്ടുള്ളൂ സഹോദരി, ഒരു കൊച്ചു ഉത്തരവാദിത്വമേ നിനക്ക് തന്നിട്ടുള്ളൂ. അത് മതി. ആ മേഖലയിൽ നീ ജ്വലിക്കണം കർത്താവിന് വേണ്ടി. നീ കർത്താവിന് വേണ്ടി നിലകൊള്ളണം. ഒരു വേദപാഠം പഠിപ്പിക്കുന്ന അധ്യാപകനാണോ? കുടുംബ കൂട്ടായ്മയിലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു മകനും മകളുമാണോ? അല്ലെങ്കിൽ ഗായക സംഘത്തിൽ, അൾത്താര സംഘത്തിൽ, ഇടവക ദേവാലയത്തിലെ മറ്റു ശുശ്രൂഷകളിൽ, സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ നീ? അത് മതി. ചെറിയ ചെറിയ തലങ്ങളിൽ, കൊച്ചു കൊച്ചു ദൗത്യങ്ങളിൽ, കൊച്ചു കൊച്ചു ഉത്തരവാദിത്വങ്ങളിൽ നിന്റെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ, അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ നിന്റെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകനായി, കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകളായി നിന്നെ അവൻ കൊണ്ടു നടക്കും. കൈകളിൽ താഴെ വെക്കില്ല, അവൻ കൈ പിടിച്ച് നടത്തും എന്നതിൽ കൂടുതൽ കൈകളിൽ എടുത്തുകൊണ്ട് നടക്കും സദാസമയവും. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് കാണും. എല്ലാ അവസ്ഥയും കർത്താവ് കാണും. ചിലപ്പോഴെങ്കിലും ഈ തീക്ഷ്ണതയൊക്കെ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വേദനകളുടെ നിമിഷങ്ങളിൽ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ, രോഗത്തിൻ്റെ അവസ്ഥയിൽ, മരണത്തിൻ്റെ അവസ്ഥയിൽ, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ, ആരും സ്നേഹിക്കാനില്ല എന്ന തോന്നലിൽ, ഈ വേളകളിലൊക്കെ തീക്ഷ്ണതയ്ക്ക് മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട്. കർത്താവ് അടുത്തു നിന്ന് പറഞ്ഞു തരും. പൗലോസ്ലീഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 15-ാമത്തെ അധ്യായം 58-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയും: കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ല എന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. നിങ്ങളുടെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. എത്ര സ്നേഹത്തോടെയാ ഈശോ പറഞ്ഞു തരിക.
എത്ര സ്നേഹത്തോടെയാ പറഞ്ഞു തരിക. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും സ്ഥാനമാനങ്ങൾക്ക്, അംഗീകാരങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള നെട്ടോട്ടമുണ്ടാകുമ്പോൾ, എപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നുള്ള ചിന്ത വരുമ്പോൾ, സമ്പത്ത് പിന്നെയും വർദ്ധിപ്പിക്കണം എന്ന ചിന്ത വരുമ്പോൾ, ഈ തീക്ഷ്ണതയ്ക്കൊക്കെ മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട്. സ്നേഹിക്കാനുള്ള തീക്ഷ്ണത, വിശ്വസിക്കാനുള്ള തീക്ഷ്ണത, ഐക്യത്തിൽ ജീവിക്കാനുള്ള തീക്ഷ്ണത മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ ഒരു ഷോപ്പിങ്ങിന് പോയി ഞങ്ങൾ 2-3 പേര് കൂടെ. ഷോപ്പിംഗ് നടത്തുന്നതിനിടയിൽ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം തൊട്ടടുത്ത ഒരു വീട്, പരിചയമുള്ള വീടാണ്, അവിടെ വിശ്രമിക്കാം, അവിടെ അവരുമായിട്ട് സംസാരിക്കാം, പ്രാർത്ഥിക്കാം എന്നൊക്കെ കരുതി ആ വീട്ടിലേക്കൊന്ന് കയറി. 4 മക്കളും അമ്മയും. അപ്പച്ചൻ നേരത്തെ മരിച്ചുപോയി, സന്തോഷമായിട്ട് കഴിയുന്ന ഒരു കുടുംബമായിരുന്നു അത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കയറിയത്. കുറച്ച് നേരമൊക്കെ സംസാരിച്ചതിന് ശേഷം അവിടുത്തെ അമ്മ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാം സിസ്റ്ററെ. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് ഒരു കാര്യം കാണിച്ചു തരികയാണ്. ഒരു ചക്ക 4 പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതിനകത്തിന് ഇങ്ങനൊരു കാര്യം, ചക്ക 4 പീസായിട്ട് മുറിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, അമ്മച്ചി ഞാൻ ഇങ്ങനെയാ കാണുന്നത്, ഒരു ചക്ക 4 പീസ്. ഉടനെ ഈ അമ്മ പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ അത് തന്നെയാ കാര്യം. ഞങ്ങളുടെ വീട്ടിൽ 4 മക്കൾ, സിസ്റ്ററിന് അറിയാലോ, ഈ 4 മക്കളും ഈ ചക്കയുടെ പ്രശ്നത്തിലാണ് ആരംഭിച്ചത്. അന്ന് ഈ ചക്ക മുറിച്ചപ്പം 4 പീസായിട്ട് അത് മുറിച്ചപ്പം അതിൽ സൈസിൽ മാറ്റം വന്നു. പാവം പിടിച്ച അമ്മ, ആ അമ്മയുടെ കൈ കൊണ്ട് ആ ചക്ക മുറിച്ചപ്പം അത് സൈസൊക്കെ ഒന്ന് മാറിപ്പോയി. ഒരു പീസിൽ 2-3 ചുള കൂടിപ്പോയി, 2-3 ചുള വേറെ പീസിൽ കുറഞ്ഞു പോയി. മൂത്തവൻ അന്നേ പറയാൻ തുടങ്ങി, അല്ലേലും അമ്മയ്ക്ക് ഇളയവനോടാ ഇഷ്ടം, അല്ലേലും അമ്മ ഇളയവൻ്റെ കൂടെയാ, അവന് മാത്രമേ കൊടുക്കത്തുള്ളൂ, അവന് മാത്രമേ അമ്മ സൈഡ് നിൽക്കത്തുള്ളൂ. ഞങ്ങളെ പണ്ടേ തള്ളിക്കളഞ്ഞതാ, ഞങ്ങളെ പണ്ടേ വേപ്പില പോലെ പുറത്തെറിഞ്ഞിട്ടുള്ളതാ. എന്തോ ഒരു കമൻസ് അവൻ പറഞ്ഞു കൂട്ടിയത്. ഈ അമ്മ പറയുകയാ, അന്ന് തുടങ്ങി വീട്ടില് ചക്ക പ്രശ്നത്തിൽ ആരംഭിച്ചതാ സിസ്റ്ററെ, ഇന്ന് വരെയും ഈ 4 മക്കളും ഐക്യത്തിലേക്ക് വന്നിട്ടില്ല. പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ വേറെ വന്നു. ആരംഭം കിടക്കണത് ഈ ചക്കയിലാ. അത്ഭുതപ്പെട്ടു പോയി. നിസ്സാര കാര്യം മതി, ഐക്യം നഷ്ടപ്പെട്ടു, സ്നേഹം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയോ മനസ്സിൻ്റെ തീക്ഷ്ണത, കർത്താവിനെ ഓർക്കാൻ, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കാൻ, ആ തീക്ഷ്ണതയൊക്കെ മങ്ങലേൽക്കുന്ന അനുഭവം എത്രയോ ജീവിതങ്ങളിൽ, എത്രയോ കുടുംബങ്ങളിൽ സഹോദര ഓർത്തിട്ടില്ലേ? എത്രയോ നാളുകൾക്ക് മുമ്പ് എന്തോ ഒരു ഉത്സാഹം ഉണ്ടായിരുന്നു, എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുമായിരുന്നു. സഹോദരി ഓർത്തു നോക്കിയേ, മുട്ടേ കുത്തിയിട്ട് എത്ര മണിക്കൂർ ജപമാല ചൊല്ലുമായിരുന്നു, എത്ര ദിവസങ്ങൾ ഉപവാസം എടുക്കുമായിരുന്നു. ആദ്യം ധ്യാനം കൂടിയ അവസരങ്ങളിൽ ഒന്ന് ഓർത്തു നോക്കിയേ, സത്യമല്ലേ? എത്ര സമയം പ്രാർത്ഥിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഉത്സാഹം ഉണ്ടായിരുന്നു. ആരും പറയണ്ട, മോളെ പ്രാർത്ഥിക്കാൻ, നമുക്ക് വിളിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. മോനെ കുടുംബ പ്രാർത്ഥനയുടെ സമയമായി, വന്നേക്ക്, മുട്ടുകുത്ത്, വായോ, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിളിക്കേണ്ട കാര്യമേ ഇല്ല, മുൻപിൽ നമ്മളുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയാണോ? കുറേ മാറിപ്പോയില്ലേ? എന്തോരം മടിയായി ഇപ്പം. രാവിലെ കുർബാന കഴിഞ്ഞിട്ടേ മറ്റ് കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. കുറേ നാളുകൾക്ക് മുമ്പ് ഇപ്പം ആര് വന്ന് ഉന്തിയാലും കുത്തിയാലും എഴുന്നേക്കുകയില്ല. രാവിലെ 8 മണി ആയാലും സൂര്യൻ ഉദിക്കുകയല്ല. ചിലരുടെ ജീവിതത്തിൽ മടിയായി, മന്ദതയായി, തീക്ഷ്ണതയൊക്കെ പോയി. പണ്ടുണ്ടായിരുന്നു, കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് മുട്ടേ നിൽക്കും, കൈവിരിച്ച് പിടിക്കും, അതൊക്കെ ഉണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും തീക്ഷ്ണതയ്ക്ക് മങ്ങലേൽക്കുന്ന അനുഭവം, ചിലപ്പോഴെങ്കിലും സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ കർത്താവിനെ വിളിക്കാൻ മറന്നുപോകുന്നു. വിവാഹാഘോഷങ്ങളൊക്കെ വരുമ്പോൾ തലേ ദിവസം കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടാവോ? ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ചില വീട്ടിൽ ആഘോഷത്തിന്റെ തിരക്കിൽ ഈശോയെ എന്ന് വിളിക്കാൻ പോലും നേരമില്ല. പ്രിയമുള്ള സഹോദര സഹോദരി, തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. കർത്താവിനെ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ട മകനും മകളുമാ നമ്മൾ ഓരോരുത്തരും. കർത്താവിനെ ഓർക്കേണ്ടവരാ നമ്മൾ ഓരോരുത്തരും. എല്ലാ സമയവും കാരണന്മാർ പണ്ടൊക്കെ പറഞ്ഞു തരുമായിരുന്നു, ദൈവ സാന്നിധ്യ സ്മരണ എപ്പോഴും ഉണ്ടാകണമെന്ന്. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാം, ദൈവ സാന്നിധ്യ സ്മരണ എപ്പോഴും വേണം, എന്ത് ചെയ്താലും വേണം. ഇന്നത്തെ തലമുറയ്ക്ക് ദൈവ സാന്നിധ്യ സ്മരണ എന്നൊക്കെ പറഞ്ഞ് തിരിയല്ല. അതെന്നാ സംഭവം ചോദിക്കും അവർ. എല്ലാ സമയവും 24 മണിക്കൂറും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അധ്വാനിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴുമൊക്കെ ദൈവത്തെ ഓർത്ത് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാൻ ഒരു വലിയ കൃപ. ഈ ഒരു കൃപ നമുക്ക് കിട്ടിയാൽ
എന്തോ ഒരു ഉത്സാഹം, എന്തോ ഒരു ഉണർവ്, എന്തോ ഒരു സംതൃപ്തി. ഞാൻ ഓർക്കുന്നു, ഞങ്ങൾക്ക് തൃശ്ശൂർ ഒരു ധ്യാന സെൻ്റർ ഉണ്ട്. അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി ജീവിതത്തിൻ്റെ വേദനകൾ പങ്കുവെക്കാനായിട്ട് വന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. എവിടെയാണ് സ്ഥലം, വീടൊക്കെ ചോദിച്ചു വന്നപ്പം എൻ്റെ ഇടവകയിൽ തന്നെയാണ്. പക്ഷെ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. അങ്ങനെ ഈ ചേച്ചിക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച പാടെ കർത്താവ് ഒരു കാര്യം കാണിച്ചു തരികയാണ്. ഒരു പാത്രത്തിൽ ഇച്ചിരി സാമ്പാറിൻ്റെ കറി ഇരിക്കുന്നത് കാണിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ചേച്ചി എന്നാ ഇങ്ങനെ സാമ്പാർ കാണാനുള്ള കാര്യം എന്നാ? ഉടനെ ഈ ചേച്ചി പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ ഭർത്താവിനും എനിക്കും എൻ്റെ 2 പെൺകുട്ടികൾക്കും ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് സാമ്പാർ. ബുധനാഴ്ച വൈകുന്നേരം ഭർത്താവ് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഓർത്തെ എന്തൊക്കെയാ, മത്തങ്ങ, കുമ്പളങ്ങ, മുരിങ്ങാക്കോല് ഇല്ലേ, ഓർക്കുന്നില്ലേ, എല്ലാ ഐറ്റവും വാങ്ങിക്കൊണ്ട് വരും. ഈ പച്ചക്കറികൾ വാങ്ങിക്കൊണ്ട് വന്നാൽ അന്ന് വൈകിട്ട് കറി വയ്ക്കും, സാമ്പാർ വയ്ക്കും. വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം ഈ സാമ്പാർ ചൂടാക്കി 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 ഞങ്ങൾ കഴിക്കും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് സാമ്പാർ, ഇഷ്ടപ്പെട്ട കറി. ഇത്രയും പറഞ്ഞിട്ട് ഈ ചേച്ചി അവിടെ ഇരുന്നിട്ട് ഒറ്റ കരച്ചിൽ. ഷോ, ഞാനാകെ അത്ഭുതപ്പെട്ടു പോയി. സാമ്പാറിൻ്റെ കാര്യം ഓർത്തിട്ട് എന്തിനാ ചേച്ചി കരയണത്? ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, എന്തിനാ കരയുന്നത്, എന്തിനാ, എന്താ വേദന എന്താ? ഈ ചേച്ചി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ കരഞ്ഞത് സാമ്പാർ ഓർത്തിട്ടല്ല, അതിൻ്റെ പുറകിലുള്ള വലിയൊരു സത്യം ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. എന്താ കാര്യമെന്നറിയോ? ഇവരുടെ കുടുംബം നന്നായി പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ 4 പേരും അതിരാവിലെ എഴുന്നേറ്റ് ബലിയർപ്പിക്കാൻ പോകും. ഒരു 20 മിനിറ്റ് നടക്കണം പള്ളിയിലേക്ക്. അവർ പോവും, മടിയില്ല. വണ്ടിയൊന്നുമില്ല, കാറൊന്നുമില്ല. ഇന്നൊക്കെയല്ല എല്ലാവർക്കും കാർ, അവരുടെ വീട്ടിൽ കാറില്ല, അത്ര പൈസയൊന്നും ഇല്ലാത്ത വീട്ടുകാരാ. 4 പേര് എഴുന്നേറ്റ് പോകും ബലിയർപ്പിക്കാൻ. അത് കഴിഞ്ഞ് വന്നിട്ടേ മറ്റു ജോലികളിലേക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് ഈ മക്കളും മാതാപിതാക്കളും നീങ്ങത്തുള്ളൂ. വൈകുന്നേരമായാൽ കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല, ഒരിക്കലും മുടങ്ങുകയല്ല കുടുംബ പ്രാർത്ഥന. എല്ലാവരും മുട്ടുകുത്തും, ഇരുന്നിട്ടും നടന്നിട്ടും കിടന്നിട്ടും ഒന്നുമല്ല കുടുംബ പ്രാർത്ഥന, മുട്ടുകുത്തി നിന്നിട്ടാ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും. എത്ര വലിയ VIP വീട്ടിൽ ഗസ്റ്റായിട്ട് വന്നാലും അവരെയും കൂട്ടും പ്രാർത്ഥിക്കാൻ. എത്ര ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് മടിയുണ്ട് അല്ലെങ്കിൽ ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, അതൊരു വിഷയമേ അല്ല. അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. കുടുംബ പ്രാർത്ഥന മുടക്കുകയല്ല. ഇടവക പള്ളിയിൽ ഏതൊരു കാര്യമുണ്ടോ ഇവരവിടെ ഉണ്ട്. ഇവരില്ലാത്തൊരു സംഘടന അല്ലെങ്കിൽ ഇവരില്ലാത്തൊരു പ്രവർത്തനം ഇടവകയിലില്ല. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാ കാര്യത്തിലും ഉണർവോടെ നടക്കുന്ന ഒരു കുടുംബം, കർത്താവിനെ ശുശ്രൂഷിക്കാൻ മടിയില്ലാത്തൊരു കുടുംബം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ കുടുംബനാഥൻ ഒരു അപകടത്തിൽ പെടുന്നു. നടുവൊടിയുന്നു, ബാക്ക് ബോൺ പ്രശ്നമാകുന്നു. കിടന്ന കിടപ്പ്, വലിയ സർജറിയൊക്കെ കഴിഞ്ഞു, പക്ഷേ സുഖമാകുന്നില്ല. വേദനയിൽ, വിഷമത്തിൽ കഴിയുന്നു, ഹോസ്പിറ്റലിലാണ്. ഈ സാഹചര്യത്തിൽ മൂത്ത മകള് കോളേജിലേക്ക് പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വാങ്ങാൻ പോകുന്നു. ഹോൾ ടിക്കറ്റ് വാങ്ങാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ബസ് വരുന്ന കാണാം. ഇവൾക്ക് തല കറങ്ങി, ഇവൾ വഴിയിൽ വീഴുന്നു. ആൾക്കാരെല്ലാവരും കൂടെ ഇവളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുന്നു. എപ്പിലെപ്സി, അപസ്മാരത്തിൻ്റെ ഒരു ലക്ഷണമൊക്കെ കൊച്ചിന് കാണുന്നു. അങ്ങനെ അവളും ഹോസ്പിറ്റലിൽ. ഈ 2 പേരും ആശുപത്രിയിലാണ്. ഇവരെ ശുശ്രൂഷിക്കാൻ അമ്മ, അനുജത്തി 2 പേരും ഉണ്ട്. അങ്ങനെ ഒരു ദിവസം അമ്മ ഭക്ഷണം തയ്യാറാക്കാൻ, കറി ഉണ്ടാക്കാൻ വേണ്ടി തൊട്ട് വീടിൻ്റെ അടുക്കള ഭാഗത്തുള്ള കറിവേപ്പില പറിക്കാൻ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. ഒരു പാമ്പ്, എവിടെ നിന്നാണെന്നറിയത്തില്ല, തെക്കുന്നാണോ വടക്കുന്നാണോ മേലേന്നാണോ കീഴേന്നാണോന്ന് അറിയത്തില്ല, പാമ്പ് വന്ന് ഒരു കടിയും കടിച്ചിട്ട് അങ്ങ് പോയി. ഈ കൈക്കിട്ടൊരു കടിയും കടിച്ചപ്പോൾ ഈ അമ്മ പേടിച്ചു പോയി. പാവം, സാധാരണ സ്ത്രീയല്ലേ, പേടിച്ചു പോയി. പിന്നെ ആ പാമ്പിൻ്റെ വിഷം ഇറക്കാൻ കുറേ തത്രപ്പാട്, അതിൻ്റെ പുറകെ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് അധികമായില്ല, ഇതാ വീണ്ടും അടുത്തത് ഒന്നുകൂടെ. ചൂടുവെള്ളം ബക്കറ്റിലെടുത്തിട്ട് കുളിക്കാൻ ബാത്റൂമിൽ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. പെട്ടെന്ന് കാലൊന്ന് തെന്നിപ്പോയി. ഈ പാമ്പ് കടിച്ച കയ്യിൽ തന്നെയായിരുന്നു ബക്കറ്റുള്ളത്. ആ കൈ തന്നെ കുത്തി വീണു. 3-4 കഷ്ണമായി. പെട്ടെന്ന് അങ്ങ് എല്ലിൻ്റെ എണ്ണം കൂടിപ്പോയി. പാവം, അതിനെ വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുപോയി. 3-4 പ്രാവശ്യം സർജറി ചെയ്തു എന്നാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് കൈ കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, സിസ്റ്ററിൻ്റെ കൈയൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയല്ലേ, എൻ്റെ കൈ ഇങ്ങനെ നിൽക്കുള്ളൂ. ഞാൻ കണ്ടു, കൈ ഇങ്ങനെയാണ്, വളഞ്ഞേ ഇരിക്കുള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പോലും പറ്റത്തില്ല. എന്നിട്ട് ഒന്ന് നിർത്തി. ഇത്രയും പറഞ്ഞിട്ട് എൻ്റെ കണ്ണിലേക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ ചോദിച്ചില്ലേ
എന്തിനാ കരഞ്ഞതെന്ന്. സാമ്പാറിൻ്റെ കാര്യം ചോദിച്ചിട്ട് ഞാൻ എന്തിനാ കരഞ്ഞതെന്ന് സിസ്റ്റർ ചോദിച്ചില്ലേ? ഞാൻ ഓർത്തത് എന്താണെന്നറിയോ? ഇത്രയേറെ പ്രശ്നങ്ങൾ വന്നപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, മേലിൽ ഞാൻ കുർബാനയ്ക്ക് പോകുകയല്ല, ഇനി വിശുദ്ധ ബലി എന്നൊരു വാക്ക് കേൾക്കുകയേ വേണ്ട, കുടുംബ പ്രാർത്ഥന ഇവിടെ വേണ്ട. ഭർത്താവ് നിർബന്ധിക്കാൻ തുടങ്ങി. അങ്ങനെ മക്കൾ രണ്ടുപേരും പറഞ്ഞു, ഇനി വീട്ടിൽ ജപമാല ചൊല്ലുന്ന പ്രശ്നമില്ല, പ്രാർത്ഥിക്കുകയല്ല. ഈ അമ്മയുടെ കണ്ണുനീര് എന്താണെന്നറിയോ? കുടുംബത്തിലെ രോഗങ്ങൾ വന്നു, തടസ്സങ്ങൾ വന്നു, അതല്ല ഈ അമ്മയുടെ വേദന. ഈ അമ്മ കരഞ്ഞത് എന്തിനാണെന്നറിയോ? ഭർത്താവിൻ്റെയും മക്കളുടെയും വിശ്വാസം നഷ്ടപ്പെടുകയാണല്ലോ എന്നോർത്തിട്ട് ഈ അമ്മ കരഞ്ഞു. എന്നിട്ട് ഈ സഹോദരി എന്നോട് പറയുകയാ, സിസ്റ്ററെ, സാമ്പാറിൻ്റെ കാര്യം കർത്താവ് കണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നടന്ന ഈ കാര്യങ്ങൾ കർത്താവ് കാണാതിരിക്കുമോ? എൻ്റെ കുടുംബത്തിൽ നടന്ന ഈ കാര്യങ്ങൾ കർത്താവ് കാണാതിരിക്കുമോ? ഞാൻ പറഞ്ഞു, ഒരിക്കലും കാണാതിരിക്കുകയല്ല. ഈശോ കണ്ടു എല്ലാം. അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. അധിക സമയം പിന്നെ പ്രാർത്ഥിക്കേണ്ടി വന്നില്ല, നിറച്ചു കൊടുത്തു ആ മനസ്സിൽ. ഈ സഹോദരി പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്, എല്ലാം കാണാൻ, എല്ലാം അനുഭവിക്കാൻ, എല്ലാം കേൾക്കാൻ, എല്ലാം സ്വീകരിക്കാൻ എൻ്റെ ഈശോ എൻ്റെ കൂട്ടത്തിലുണ്ട്, എനിക്കത് മതി. ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ചേച്ചിയെ പറഞ്ഞു വിട്ടു. എത്രയോ ജീവിതങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, ആഞ്ഞാഞ്ഞ് പിന്നെയും പിന്നെയും കൊടുങ്കാറ്റ് വീശുമ്പോൾ, പിന്നെയും പിന്നെയും തിരമാലകൾ വന്നടിക്കുമ്പോൾ എത്ര ജീവിത തോണികളാ ആടി ഉലഞ്ഞു പോകുക, എത്രയോ ജീവിത തോണികളാ തകർന്നു പോവുക. സഹോദര, ഈശോ നിന്റെ കൂടെയുണ്ട്. സഹോദരി, ഈ ഒറ്റപ്പെടലിൽ, ഈ ഏകാന്തതയിൽ, ഈ കണ്ണുനീരിൽ, ഈ നിരാശയുടെ അവസ്ഥയിൽ, ആരോടും പറയാതെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ ഒതുക്കുന്ന എല്ലാ വേദനകളുടെ നിമിഷങ്ങളിലും നിന്റെ ഈശോ നിന്റെ കൂട്ടത്തിലുണ്ട്. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ജീവിതത്തിൽ. നിന്റെ ആത്മീയ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുക പ്രശ്നങ്ങളെ അതിജീവിക്കലല്ല. നിന്റെ ആത്മീയ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുക പ്രശ്നങ്ങളെ തരണം ചെയ്യലല്ല, അതിൽ നിന്ന് മോചനം നേടുന്നതല്ല. മറിച്ച് ഈ പ്രശ്നങ്ങളുടെ നടുവിലും ഈശോ നിന്റെ കൂട്ടത്തിലുണ്ടെന്ന് നീ മനസ്സിലാക്കുന്നതാണ്. അവിടെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിജയം, അവിടെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ വിജയം. ഈശോ എല്ലായ്പ്പോഴും കൂട്ടത്തിലുണ്ട്. ഈശോ ഏത് സാഹചര്യത്തിലും നിന്റെ കൂട്ടത്തിലുണ്ട്. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ഒരു നല്ല പ്രവാചകനുണ്ട്, ഏലിയ പ്രവാചകൻ. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 18-19 അധ്യായങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. നല്ല ഒരു 2 അധ്യായങ്ങളാണ്, 18-19 അധ്യായങ്ങൾ. സമയം കിട്ടുമ്പം അത് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഏലിയ പ്രവാചകൻ ധീരതയോടെ തൻ്റെ ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആരെയും പേടിയില്ല. കർത്താവ് എന്ത് പറഞ്ഞാലും അത് നിറവേറ്റാൻ ഒരു പേടിയില്ലാത്ത മനുഷ്യൻ. അങ്ങനെ തന്നെ ചെയ്യും, അങ്ങനെ തന്നെ ചെയ്യും. ജനത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പങ്കുവെച്ചു കൊടുക്കും, പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കും, തിരുത്തി കൊടുക്കും. അങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവാചകൻ. ബാലിൻ്റെ പ്രവാചകന്മാർ 450ഓളം പേര്, അവർ ജനത്തെ മുഴുവൻ തെറ്റായ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന വേളയിൽ ഏലിയ പ്രവാചകൻ അങ്ങ് ചെല്ലുകയാണ്, വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ ദൈവം അല്ല ദൈവം, സത്യദൈവത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം, വിശ്വസിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ മുട്ട് മടക്കി കൊടുക്കുന്നതാണ്. ഈ ഏലിയ പ്രവാചകൻ 450ഓളം വരുന്ന പ്രവാചകന്മാരെയും അന്ന് തന്നെ കൊണ്ടുപോയി തല്ലിക്കൊന്നു. സർവ്വെണ്ണത്തിനും കൊന്നുകളഞ്ഞു. ഒരു പേടിയില്ലായിരുന്നു, ഒരു പേടിയില്ല. 450ഓളം വരുന്ന പ്രവാചകൻ, ഈ ബാലിൻ്റെ പ്രവാചകന്മാർ, അവരുടെ ശുശ്രൂഷ ചെയ്തിരുന്ന നേതാക്കന്മാർ, അവരെയൊക്കെ കൊണ്ട് വധിക്കുകയാണ്. അവരെ ഒരു വേദനയും തോന്നാതെ, അല്ലെങ്കിൽ ഒരു കാരുണ്യവും കാണിക്കാതെ അവരെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവാചകൻ. ഇത്രയും ആയപ്പോൾ ജസബൽ രാജ്ഞി രംഗത്ത് വരികയാണ്. ജസബൽ രാജ്ഞി പറഞ്ഞു, ആഹാ കൊള്ളാലോ, നീയാള് മിടുക്കനാ, നാളെ നിന്റെ കഴുത്തിൽ തല കാണുകയല്ല, നിനക്കിട്ട് ഞാൻ പണി തരും. ജസബൽ രാജ്ഞി വധഭീഷണി മുഴക്കി. പാവം ഏലിയ പ്രവാചകൻ അതുവരെയും നല്ല ചുണക്കുട്ടനായിരുന്നു, ആരുടെയും മുമ്പിൽ തല താഴ്ത്തിയിട്ടില്ല, ശിരസ് ഉയർത്തി നട്ടല് നിവർത്തി മിടുമിടുക്കനായിട്ട് നടന്ന പ്രവാചകൻ ഈ രാജ്ഞിയുടെ വാക്ക് കേട്ടപ്പോൾ, ഒരു ചെറിയ ഭീഷണി കേട്ടപ്പോൾ സ്റ്റാൻഡ് വിട്ടുപോയി, പേടിച്ച് ഓടിപ്പോവുകയാ. സ്റ്റാൻഡ് അങ്ങ് പോയി ദൂരേക്ക്. എത്ര കിലോമീറ്ററാണ് നടന്നതെന്നറിയോ? 150 കിലോമീറ്ററോളം നടന്നിട്ട് ബേർഷബ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയത്. അവിടെ എത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സേവകനോട് പറഞ്ഞു, നീ തിരിച്ചു പൊക്കോ, ഞാൻ തന്നെ പൊക്കോളാം.
അങ്ങനെ പോയി മരുഭൂമിയിലെത്തി. നടന്ന് 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 മരുഭൂമിയിലെത്തിയപ്പോൾ ഒരു വാടാ മുൾച്ചെടി കണ്ടു. അതിൻ്റെ തണലിൽ അങ്ങിരുന്നു, അവിടെ ഇരുന്നു. എന്നിട്ടൊരു പറച്ചില്, മതി കർത്താവേ, കുറേ കാലമായില്ലേ ഓടാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി ഞാൻ ഓടുന്നു, ഇനി മതി കേട്ടോ, ഇനി മതി ഈ പരിപാടി, എന്നെ കൊണ്ട് പറ്റുകയില്ല ഈ ദൗത്യം ചെയ്യാൻ, വേറെ ആരെ വേണേലും നിയമിച്ചേര്, മതി, ഈ പ്രാണനെ അങ്ങ് സ്വീകരിച്ചോ, തന്നെ മരിക്കാൻ പറ്റുകയില്ല, അതിനെനിക്ക് ഇഷ്ടമില്ല, നീ അങ്ങ് സ്വീകരിച്ചോ. വളരെ ദയനീയ ഭാവത്തിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണ് നമ്മുടെ പ്രവാചകൻ, മതി കേട്ടോ ഈ ജീവിതം, നീ അങ്ങ് സ്വീകരിക്കുക. അവിടെ കിടന്നുറങ്ങി. സങ്കടമാണ്, പരാജയബോധമാണ്, നിരാശയാണ്. ഇത്ര നാളും അധ്വാനിച്ചിട്ടും ഒന്നും നേടിയിട്ടില്ല, ഒരാൾ പോലും കൂട്ടിനില്ല. ഇതാ മരണത്തെ മുഖാഭിമുഖം കാണുന്ന ഈ സമയത്ത് കൂട്ടിന് നിൽക്കാൻ ഒരാൾ പോലും ഇല്ല, എല്ലാവരും പോയി. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക്. എത്ര രാത്രികളിൽ നമ്മൾ ചിന്തിച്ചു, എത്ര ദിവസങ്ങളിൽ സഹോദര ചിന്തിച്ചില്ലേ, ഈ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോയാൽ മതി, ഈ വീട്ടിൽ നീ ജീവിക്കേണ്ട പ്രശ്നമേ ഇല്ല, എന്തിനാ ഈ വീട്ടിൽ നിൽക്കേണ്ടത്. എത്ര പ്രാവശ്യം ഓർത്തു നമ്മൾ. ഈ പ്രവാചകനേക്കാൾ അപ്പുറം നമ്മളും പറഞ്ഞില്ലേ, മതി കർത്താവേ, എടുത്തേരെന്നെ, തിരിച്ചങ്ങ് എടുത്തേരെന്നെ. നമ്മളും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവാചകൻ അവിടെ കിടന്നങ്ങ് ഉറങ്ങി. വേദന കൊണ്ടാണ്. ചിലരങ്ങനെയാണ്, ഒത്തിരി വേദന വരുമ്പോൾ, ഒത്തിരി ടെൻഷൻ വരുമ്പോൾ കുറേ കിടന്ന് ഉറങ്ങും. കുറേ അങ്ങ് ഉറങ്ങിക്കഴിയുമ്പോൾ അവർ ഇച്ചിരി നോർമലാവും. ഈ പ്രവാചകൻ അവിടെ കിടന്നങ്ങ് ഉറങ്ങി. അപ്പോഴോ കർത്താവ് ആശ്വസിപ്പിക്കുന്നൊക്കെയാ ഓർത്തത്. കർത്താവൊന്നും ആ സമയത്ത് വന്നില്ല. കർത്താവിൻ്റെ ദൂതം വന്നു. എന്നിട്ടോ തട്ടി ഉണർത്തി. ആഹാ കൊള്ളാലോ, നീ ഉറങ്ങുകയാണോ, എഴുന്നേക്കണം മോനെ, എഴുന്നേക്ക്, വേഗം എഴുന്നേക്ക്. എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം കഴിക്കുക, ദേ ഇവിടെ വെള്ളവും അപ്പമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്ക്. ഒന്നും പറഞ്ഞില്ല പ്രവാചകൻ. എഴുന്നേറ്റു, കഴിച്ചു. എന്നിട്ടും പിന്നെയും കിടന്നു. ചില ആൾക്കാർ അങ്ങനെയാണ്. അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അവരെ പിന്നെയും തളർത്തിക്കളയും. എഴുന്നേറ്റ് രണ്ടു കാലം നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെയായി, അവർക്ക് അതിനുള്ള കെൽപ്പില്ലാതെയായി. പറ്റുകയില്ല കർത്താവേ, പറ്റുകയില്ല കർത്താവേ, ഈ ജോലി ഇപ്പൊ തന്നെ റിസൈൻ ചെയ്യാൻ, ഈ ജോലിയിൽ നിന്ന് ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ വേണം, ഈ വീടും പറമ്പും ഇവിടെ വേണ്ട, വിറ്റ് പോകണം, ഇവിടുന്ന് ഒരു രക്ഷയില്ല, ഇപ്പൊ തന്നെ എല്ലാം വിറ്റ് ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ട് പോകണം, എന്നെ കൊണ്ട് പറ്റുകയില്ല ഇവിടെ നിൽക്കാൻ. എത്ര പേരാ ഇങ്ങനെ പറയണത്. എത്ര പേര് രോഗിയായി വർഷങ്ങളായി കട്ടിലേ കഴിയുന്നു, ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല, മടുത്തു മനസ്സ്, മരിച്ചാൽ മതി എന്ന് പറയുന്ന എത്രയോ സഹോദരങ്ങൾ, മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവര്. സഹോദര, സഹോദരി, നിന്റെ വേദനയിൽ നിന്റെ കർത്താവുണ്ട്. കർത്താവിന്റെ ദൂതൻ വന്ന് ഈ രാത്രി നിന്നെ തട്ടി ഉണർത്തും. ഈ രാത്രി നിന്നെ തട്ടി ഉണർത്തിയിട്ട് പറയും, എഴുന്നേൽക്ക്, ഭക്ഷണം കഴിക്ക്. രണ്ടാം പ്രാവശ്യവും ഈ ദൂതൻ വന്നിട്ട് തട്ടി ഉണർത്തി. അങ്ങനെയാ പറയണത് ബൈബിളില്, തട്ടി ഉണർത്തി എന്നാ പറയണത്. എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം കഴിക്കൂ, വീണ്ടും യാത്ര ദുഷ്കരമാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകനെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയായിട്ടില്ലെന്ന്. മരിക്കണമെന്നൊന്നും പറഞ്ഞിരിക്കേണ്ട സമയമല്ല ഇത്. നീ ഇവിടെ കരഞ്ഞും പ്രലപിച്ചും വിലാപവും അല്ല പല്ലുകടിയും ഒക്കെ ആയിട്ട് ഇരിക്കേണ്ട സമയം അല്ലടാ മോനെ, എഴുന്നേക്ക് നീ. എത്രയോ ജോലി ഇനിയും ചെയ്യാനുള്ളത്. ദുഷ്കരമാണ് യാത്ര, എളുപ്പമല്ല. ഇനി അടുത്ത കാൽവെപ്പുകള് ഒട്ടും നീ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല, ദുഷ്കരമാകാം, സാധ്യതയുണ്ട്. ശക്തി സംഭരിക്ക്. ഭക്ഷണം കഴിച്ചു, എഴുന്നേറ്റു, പിന്നെ അങ്ങ് നടന്നു. 40 ദിവസം, 40 രാവും പകലും നമ്മുടെ പ്രവാചകൻ നടക്കുകയാ. അങ്ങ് എത്തി എവിടെയാണെന്നറിയോ? ഹോറേബ് മലയിൽ. സീനായി മല വേറൊരു പേരാണ് ഈ ഹോറേബ് മല. കുറേ ദൂരമുണ്ട്, കുറേ കിലോമീറ്ററുകളുണ്ട്. തന്നെ നടന്ന് അവിടെ എത്തി. ഒരു പ്രത്യേകത നമുക്കിവിടെ മനസ്സിലാവും. വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി നേരിട്ടപ്പോൾ ഏലിയ പ്രവാചകൻ ചെയ്തത് വിശ്വാസത്തിൻ്റെ ഉറവിടത്തിലേക്ക് കടന്നു ചെന്നു. വിശ്വാസത്തിൻ്റെ ഉറവിടത്തിലേക്ക്. നമുക്കറിയാം, സീനായി മലയിൽ വെച്ചിട്ടാണ് മോശ കൽപ്പനകൾ സ്വീകരിച്ചത്. അവിടെ വെച്ചിട്ടാണ് കർത്താവ് തൻ്റെ ജനവുമായിട്ട് ഉടമ്പടി ചെയ്തത്. പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്, വിശ്വാസത്തിൻ്റെ ഉറവിടമാണ് സീനായി മല. അവിടേക്കാ ചെന്ന് പെട്ടത് നമ്മുടെ പ്രവാചകൻ. അവിടെ ഒരു ഗുഹയിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. ആരെയും കാണണ്ട. ചില ആൾക്കാർ അങ്ങനെയല്ലേ, ഒരു ചെറിയ പ്രശ്നം വന്നാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ പ്രശ്നമില്ല. സ്വന്തം സഹോദരന്റെ കല്യാണം വന്നാലും പോകുകയില്ല, വീട്ടിലൊരു മാമോദിസ വന്നാൽ പോകുകയില്ല. വെറുപ്പായിട്ടല്ല, ദേഷ്യം കൊണ്ടല്ല, മറിച്ച് അവരെ ഒന്ന് അഭിമുഖീകരിക്കാൻ, ആ സാഹചര്യത്തെ ഒന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, ഇഷ്ടം തോന്നുന്നില്ല. ആരോടും മിണ്ടണ്ട, ആരെയും കാണണ്ട, ഒതുങ്ങിക്കൂടുകയാ. പെട്ടെന്ന് അങ്ങ് ചുരുണ്ടുകൂടുന്ന ഒരു അനുഭവം, അട്ട ചുരുണ്ടുകൂടുന്ന പോലെ പെട്ടെന്ന് അങ്ങ് ചുരുണ്ടുകൂടുന്ന അനുഭവം. സഹോദര, സഹോദരി, എത്രയോ അവസരങ്ങളിൽ ഈ ഏലിയ പ്രവാചകൻ ഈ ഗുഹയിൽ വന്നിട്ട്
ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വരം, ഏലിയ നീ ഇവിടെ എന്താ ചെയ്യണത്? ഏലിയ നീ ഇവിടെ എന്താ ചെയ്യണത്? ഏലിയ വിചാരിച്ചത് കർത്താവ് വന്നിട്ട് തട്ടിപ്പൊത്തി പറയും, മോനെ സങ്കടായോ, കരയണ്ടാട്ടോ, സാരമില്ലാട്ടോ, ഇങ്ങനെയൊക്കെ പറയുന്ന ഏലിയ ഓർത്തെ. പക്ഷെ കർത്താവ് വന്നിട്ട് ചോദിക്കുക, നീ ഇവിടെ എന്താ ചെയ്യണത്? ഈ രാത്രി മോനെ നീ എന്താ ചെയ്യണത്? നീ എന്താ ചെയ്യണത് മോളെ? ഈ കർത്താവ് ചോദിക്കുക. ചോദ്യം കേട്ടപ്പം ഏലിയാക്ക് കാര്യം പിടികിട്ടി. വേഗം പറഞ്ഞു, കർത്താവേ ഞാൻ തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. കർത്താവ് പോയി. നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവ് പോയി. കൊടുങ്കാറ്റ് വന്നു, ഭൂകമ്പം വന്നു, അഗ്നി വന്നു. കർത്താവില്ലായിരുന്നു. പഴയ നിയമത്തിൽ നമുക്കറിയാം, കൊടുങ്കാറ്റും അഗ്നിയും ഭൂകമ്പമൊക്കെ ഉണ്ടായാൽ അത് ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളാണ്. പക്ഷേ ഈ സ്ഥലങ്ങളിൽ, ഈ അവസരങ്ങളിലൊന്നും കർത്താവ് അവിടെ ഇല്ലായിരുന്നു. പ്രവാചകൻ പിന്നെയും അവിടെ തന്നെ ഇരിക്കുകയാണ്, പോകുന്നേ ഇല്ല, അവിടെ ഇരിക്കുകയാണ്. കർത്താവ് വീണ്ടും ചോദിച്ചു, ഏലിയ നീ ഇവിടെ എന്താ ചെയ്യണത്? ഈ രാത്രി മകനെ നീ എന്താ ചെയ്യണത്? ഈ പകലിൽ നീ എന്താ ചെയ്യണത്? കർത്താവ് ചോദിക്കുന്നു. വീണ്ടും പറഞ്ഞു ഏലിയ, ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. എന്താ കർത്താവ് പറഞ്ഞെന്നറിയോ? കൺഗ്രാജുലേഷൻ, മിടുക്കൻ, ഞാൻ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യണു, നീ ജ്വലിക്കുകയാണല്ലേ, എഴുന്നേറ്റോ, തിരിച്ചു പൊക്കോ, മടങ്ങിപ്പൊക്കോ. കർത്താവ് മടങ്ങിപ്പോകാൻ പറഞ്ഞു ഏലിയായോട്. ഇവിടെയല്ല നിന്റെ ദൗത്യം, ഈ ഗുഹയിൽ ഒളിച്ചിരിക്കേണ്ടവനല്ല നീ, നീ ഒരു അട്ട ചുരുണ്ടുകൂടുന്ന പോലെ ചുരുണ്ടുകൂടി ഇരിക്കേണ്ടവനല്ല നീ. എഴുന്നേക്ക്, എഴുന്നേക്ക്, തിരിച്ചു പോ, നിന്നെ ഏൽപ്പിച്ചിടത്തേക്ക്, നിന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിടത്തേക്ക് നീ തിരിച്ചു പോകണം. മകനെ കർത്താവാ നിന്നോട് പറയുക, മകളെ കർത്താവാ നിന്നോട് ഈ രാത്രി ഇത് പറയുക. ഞാൻ ഓർക്കുന്നു, ഒരു സഹോദരൻ കുറച്ച് നാൾ മുമ്പ് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഒരു യുവാവാണ്, മിടുക്കൻ, നല്ല മോൻ. ഇവൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ പള്ളിയിൽ വളരെ ആക്റ്റീവായിരുന്നു, വേദപാഠമൊക്കെ പഠിപ്പിക്കാൻ പോകുമായിരുന്നു, പക്ഷെ ഇപ്പം തൊട്ട് പള്ളി പോകാനൊരു ഇഷ്ടമില്ല. 1-2 മാസമായി കുർബാനയ്ക്കൊന്നും പോകുന്നില്ല. എന്നാടാ പറ്റിയത്? അറിയത്തില്ല സിസ്റ്ററെ, അതൊരു ഇൻട്രസ്റ്റ് വരണില്ല, പോകുന്നില്ല ഇപ്പം തൊട്ട്. ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ഒരു കാര്യം കാണിച്ചു തന്നു. എന്താണെന്നറിയോ? ഈ പ്രദക്ഷിണത്തിൻ്റെ ഒക്കെ സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, രൂപക്കൂട് കണ്ടിട്ടില്ലേ? ഈ രൂപക്കൂടിന് 4 കാലുണ്ടാവും. 4 കാലും പിടിച്ച് 4 പേര് വേണം, എന്നാലേ ഈ രൂപക്കൂടും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കാണുന്നത് ഒരു രൂപക്കൂട് പിടിച്ച് കുറേ ആൾക്കാർ പ്രദക്ഷിണമായിട്ട് നീങ്ങുന്നു, വഴിയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്, തോരണങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചേടാ, ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്, രൂപക്കൂട് പിടിച്ചിട്ട് കുറച്ച് പേര് പ്രദക്ഷിണമായിട്ട് പോകുന്നു. ഉടനെ ഇവൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ അത് സത്യമാ. എന്താണെന്നറിയോ? എൻ്റെ ഇടവകയിൽ 2 മാസം മുമ്പ് തിരുനാളായിരുന്നു, ഏതോ ഒരു വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അപ്പം എല്ലാ വർഷവും ഇവൻ പറയുന്നത് ഇവനാണ് രൂപക്കൂട് പിടിക്കാൻ അവിടെ ഫ്രണ്ടിൽ ഉണ്ടാകാറ്. ആ വർഷവും ഇപ്പം ഈ കഴിഞ്ഞ തിരുനാളിൽ ഇവൻ രൂപക്കൂട് പിടിക്കാനായിട്ട് അവിടെ സൈഡിലേക്ക് വന്നു. ഒരു കാല് ഇവൻ പിടിച്ചു. ഇവൻ നോക്കിയപ്പം ഇവൻ്റെ എതിർവശത്ത് ഈ കാല് പിടിക്കാൻ, രൂപക്കൂടിൻ്റെ കാല് പിടിക്കാൻ വന്നത് തീരെ പൊക്കം കുറഞ്ഞൊരു പയ്യൻ. ഇവൻ നല്ല ഹൈറ്റുള്ള മോനാണ്. ഒരാൾക്ക് പൊക്കവും ഒരാൾക്ക് പൊക്കക്കുറവാണെങ്കിൽ അത് പിടിക്കാൻ പറ്റില്ല, ബാലൻസ് ചെയ്യാൻ അത് അപകടമാണ്. അപ്പം ഇവൻ ഇങ്ങനെ അവനൊന്ന് മാറിത്തരട്ടെ എന്ന് ഓർത്തിട്ട് ഇവൻ തന്നെ അവിടെ നിൽക്കുകയാണ്. ഉടനെ പള്ളിയിലെ കമ്മിറ്റി അംഗം വന്നിട്ട് പറഞ്ഞു, നീ എല്ലാ കൊല്ലവും പിടിക്കണതല്ലേ, നീ അങ്ങ് മാറി നിൽക്കും. അവൻ പിടിച്ചോട്ടെ, അവൻ ചെറുതല്ലേ, അവൻ പിടിക്കട്ടെ, അവനൊരു അവസരം കിട്ടട്ടെ, നീ അങ്ങ് മാറി നിൽക്കും, അത്രേ പറഞ്ഞുള്ളൂ. ഇവൻ മാറി നിന്നു. ഇവൻ അന്ന് എന്നോട് പറയുക, സിസ്റ്ററെ ചങ്കിൽ ഇട്ട് കുത്ത് കിട്ടിയ പോലെയായി, ആരോടൊന്നും പറഞ്ഞില്ല, ഞാൻ അങ്ങ് മാറിപ്പോയി. എന്നിട്ട് ഞാൻ ഫ്രണ്ടിൽ വരിയായിട്ട് പോകുന്നവരുടെ ഇടയിൽ പോയി നിന്നു. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, ചുമ്മാ സംസാരിച്ചൊക്കെ സമയം കളഞ്ഞു. കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു, കുറേ ഫോട്ടോ എടുത്തു. അങ്ങനെ ആദ്യമായിട്ട് ഉഴപ്പി ഒരു പ്രദക്ഷിണത്തിൽ പങ്കുകൊണ്ടു. എന്തോ മനസ്സിൽ വലിയൊരു ഭാരം വന്ന പോലെ. ഞാൻ പിന്നെ പള്ളിയിൽ അധികം പോയിട്ടില്ല സിസ്റ്ററെ. ഞായറാഴ്ച പോലും ഇടവക പള്ളിയിൽ പോകാൻ തോന്നുന്നില്ല. കാരണം ഇത്രയേറെ ആത്മാർത്ഥമായിട്ട് ഇടവകയോട് ചേർന്ന് സഹകരിച്ചിട്ട് എന്നെ അവിടുന്ന് പിന്തള്ളിയില്ലേ, എന്നെ മാറ്റിയില്ലേ, എന്നെ ഒറ്റയ്ക്കാക്കിയില്ലേ, എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. സങ്കടം തോന്നി സിസ്റ്ററെ. ഇവനോട് ഞാൻ പറഞ്ഞെടാ, ഈശോ കാത്തിരിക്കുകയായിരുന്നു നിന്നോട് ഈ കാര്യം പറയാൻ. നീ ആരും അറിയാതെ കണ്ണ് തുടച്ചിട്ട് മറ്റുള്ളവരുടെ കൂടെ ആ വരിയിൽ പോയി നിന്നപ്പോ നിന്റെ മനസ്സ് ഭാരപ്പെട്ടപ്പോ ഈശോയുടെ മനസ്സും ഭാരപ്പെട്ടായിരുന്നു, ഈശോയുടെ മനസ്സും വേദനിച്ചായിരുന്നു. ഈ ഒരു കാര്യം പറയാൻ ഇത്രയും നാള് ഈശോ കാത്തിരിക്കുകയായിരുന്നു മോനെ. ഇത് പറഞ്ഞു തീരും മുമ്പേ ഞാൻ കണ്ടു അവൻ്റെ കണ്ണിൽ നിന്ന് പിടിപിടിപിടാന്ന് കണ്ണുനീര് ഇരുന്ന് കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ അത് ഈശോ മറന്നില്ലല്ലേ,
ഇല്ല മോനെ, ഈശോ മറന്നില്ല. ഈശോയ്ക്ക് നിന്നെ വേണം, ഈശോയ്ക്ക് നിന്നെ ആവശ്യമുണ്ട്, നിന്റെ ഇടവകയിൽ ഈശോയ്ക്ക് നിന്നെ ആവശ്യമുണ്ട്. അവൻ വലിയ തീരുമാനത്തോടെയാ അന്ന് അവിടെ നിന്ന് പോയത്. 1-2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ മെസ്സേജ് അടുപ്പിച്ച് അവൻ ഇട്ടിരിക്കുക, കുറേ ഫോട്ടോസും. എന്നിട്ട് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: സിസ്റ്ററെ, അന്ന് അവിടെ നിന്ന് പോന്നതിന് ശേഷം ഇതുവരെയും എൻ്റെ ഇടവക പള്ളിയിൽ ബലിയർപ്പിക്കാൻ പോകുന്നതിൽ ഞാൻ മുടങ്ങിയിട്ടില്ല. എൻ്റെ ഇടവകയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഞാൻ ആരംഭിച്ചു. എൻ്റെ ഇടവകയിൽ ഞാൻ എല്ലാ സംഘടനകളിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്യാൻ തുടങ്ങി. കുറേ അധികം യുവാക്കന്മാരെ ഒരുമിച്ച് കൂട്ടി സന്ധ്യാസമയങ്ങളിൽ ദേവാലയത്തിലിരുന്ന് ജപമാല ചൊല്ലും. അധികം ഉഴപ്പി നടക്കാതെ അത് കഴിഞ്ഞാൽ ഉടനെ വീടുകളിലേക്ക് പോകാൻ അവരെ ഞാൻ നിർബന്ധിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോസും കൂടെ എടുത്ത് എനിക്ക് അയച്ചിരിക്കുക. സന്തോഷം തോന്നി. ഒരു കൊച്ചു കാര്യം മതി സഹോദര, ജീവിതത്തിൽ നിർവികാരതയിലേക്ക്, നിസ്സംഗതയിലേക്ക് നമ്മെ നയിക്കാൻ. നിന്റെ ജീവിതത്തെ തീക്ഷ്ണതയിൽ നിന്ന് നിന്നെ അകറ്റിക്കളയാൻ നിസ്സാര കാര്യങ്ങൾ മതി. ഈ തീക്ഷ്ണത വർദ്ധിപ്പിക്കാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഈ തീക്ഷ്ണതയിൽ വളർന്നു വരാൻ പ്രാർത്ഥനയിൽ നിരന്തരം നീ ആശ്രയിക്ക്. ദൈവത്തിൻ്റെ കൂടെ നിരന്തരം ഇരിക്കാൻ 1 അരമണിക്കൂർ സമയമെങ്കിലും ചെലവഴിക്ക്. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. ഈ പ്രാർത്ഥന മതി ജീവിതത്തെ തീക്ഷ്ണത കൊണ്ട് ജ്വലിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉയർത്താൻ. തീക്ഷ്ണതയിൽ ജ്വലിക്കുന്ന ഒരവസ്ഥ, ആ ഒരു കൃപ കിട്ടാൻ ദിവസവും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ എന്ന്. ഇന്നലകൾ, കഴിഞ്ഞ നാളുകൾ ഓർത്താൽ നമുക്ക് ഇങ്ങനെ വേദനിക്കാൻ ഇടവരല്. ഒരു ദിവസമെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടു പോയി, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഒരവസരം കിട്ടിയിട്ട് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇങ്ങനെ ഒരു കുറ്റബോധം, ഇങ്ങനെ ഒരു വേദന ഒരിക്കലും ഉണ്ടാകാൻ ഇടയാകല്ല്. എത്ര നാള് ഈ ജീവിതം നീട്ടിക്കിട്ടുന്നുവോ അത് മുഴുവൻ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ, ആ കാലഘട്ടം മുഴുവൻ, ആ നാളുകൾ മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി ജ്വലിക്കാൻ നമുക്ക് കഴിയണം. കർത്താവിന് വേണ്ടി മരിക്കാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ, സ്വരം ഉള്ളിടത്തോളം കാലം കർത്താവിനെ കുറിച്ച് പങ്കുവെക്കാൻ വിളിക്കപ്പെട്ടവനാ ഞാനും നിങ്ങളും. കർത്താവിൻ്റെ സന്തോഷം, സ്നേഹം അറിയിക്കാൻ കടമയുള്ളവനാ ഞാനും നിങ്ങളും. കർത്താവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ അവസരങ്ങൾ കിട്ടുമ്പോൾ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങാൻ എന്നെ സഹായിക്കണമേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഒരുപാട് കൃപകൾ ചോദിക്കാതെ തന്നെ കർത്താവ് തരും. ഒരു കാൽവെപ്പ് നീ ഒന്ന് വെച്ചു കൊടുത്താൽ മതി, കർത്താവ് ബാക്കി ചെയ്യും. ഒരു സ്റ്റെപ്പ് നീ വെച്ചാൽ മതി, കർത്താവ് ചെയ്യും. പാട്ട് പാടാൻ കഴിവുള്ള സഹോദരനാണോ? പഠിപ്പിക്കാൻ കഴിവുള്ള മകളാണോ? നീ ഒന്ന് മനസ്സ് വെച്ചാൽ എത്രയോ മക്കളെ നേടിയെടുക്കാം. ഒരു ഡോക്ടറാണോ? ഒരു ടീച്ചറാണോ? ഒരു നഴ്സാണോ? എഞ്ചിനീയറാണോ? സാധാരണ ജോലി ചെയ്യുന്ന വ്യക്തിയാണോ? റബ്ബർ വെട്ടുന്ന ജോലിയാണോ? മതിനേ. നിന്റെ കൈകളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ കർത്താവിനായി നേടാൻ, കർത്താവിനായി നേടിയെടുക്കാൻ ഒരു വലിയ ദൗത്യം നമുക്കുണ്ട്. മറന്നുപോയേക്കല്ല്. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. വേദനയിലും തകർച്ചയിലും രോഗത്തിലും നിരാശയിലുമൊക്കെ കർത്താവ് കൂട്ടിനുണ്ടെന്ന്. ഒരിക്കലും ഒറ്റയ്ക്കല്ലാന്ന്, നീ ഒരിക്കലും ഒറ്റയ്ക്കല്ലാന്ന്, നീ ഒരിക്കലും തനിച്ചല്ലാന്ന് ഈ രാത്രി കർത്താവ് ആവർത്തിച്ച് നമ്മോട് പറയും. കൂടെയുള്ളവരൊക്കെ മാറിപ്പോവും. ചില സാഹചര്യങ്ങളിൽ എപ്പോഴും ഒറ്റയ്ക്കാണ് നമ്മൾ. സത്യവാത്, യാഥാർത്ഥ്യവാത്. കർത്താവിന് ഒറ്റയ്ക്കാക്കാൻ പറ്റുകയില്ല. കരയുന്ന കാണുമ്പോൾ മാറി നിന്ന് ചിരിക്കാൻ ഈശോയ്ക്ക് ആവില്ല. കൂടെ ഉണ്ടാവും, അടുത്തിരിക്കും. കരയണ്ടാട്ടോ, ധൈര്യമായിട്ടിരിക്കണം കേട്ടോ, സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. ഞാനുണ്ട് കൂട്ടിന്. കർത്താവ് നിന്നെ ബലപ്പെടുത്തുന്ന സമയം, കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തുന്ന സമയം, ഈ മണിക്കൂർ കർത്താവ് നിന്നെ ബലപ്പെടുത്തുകയാണ്. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നിന്റെ നാഡീ ഞരമ്പുകളെ ബലപ്പെടുത്തും, നിന്റെ ശരീരത്തെ ബലപ്പെടുത്തും, നിന്റെ മനസ്സിനെ ഉണർവിലേക്ക് നയിക്കും. മുറിവേറ്റ തകർന്ന നിന്റെ ജീവിതത്തെ അവിടുന്ന് പുതുക്കിപ്പണിയും. ഈ വലിയ അനുഭവം ഈ സമയം കർത്താവ് നമുക്ക് തരട്ടെ. എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കൈകളൊന്ന് യാചനാപൂർവം തുറന്നു പിടിച്ച്, എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല. എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല. എൻ്റെ കണ്ണുനീരാരും കണ്ടില്ലെങ്കിലും, എൻ്റെ നൊമ്പരങ്ങൾ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും, എൻ്റെ നെടുവീർപ്പുകൾ ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും,
എൻ്റെ ഈശോ സകലതും അറിയുന്നു. എൻ്റെ ഈശോ സകലതും കാണുന്നു. കാരണം ഒരുപാട് വേദനകൾ അവൻ സഹിച്ചിട്ടുണ്ട്. ഒരുപാട് നൊമ്പരങ്ങൾ അവൻ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ശരീരം മുഴുവൻ അടികൾ കൊണ്ട് തകർക്കപ്പെട്ടിട്ടുണ്ട്. ആ ജീവിതം മുഴുവൻ മുറിഞ്ഞ് മുറിയാൻ ഇടമില്ലാത്ത പോലെ ആയിട്ടുണ്ട്. അത് മുഴുവനും അവൻ സഹിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു. സഹോദരി, നിന്റെ കണ്ണുകൾ ഇനി നനയാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സഹോദര, നിന്റെ മനസ്സിനി മുറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈശോയുടെ മുഖം മനസ്സിൽ നിറയട്ടെ. കണ്ണുകൾ അടയ്ക്കുമ്പം ഈശോയുടെ മുഖം എൻ്റെ മനസ്സിൽ നിറയണം. എൻ്റെ മനസ്സിൽ നിറയണം ആ മുഖം. എൻ്റെ ഹൃദയത്തിൽ നിറയണം ആ ശക്തി. എൻ്റെ ജീവിതത്തിൽ നിറയണം ആ ആശ്വാസം. എന്നേക്കുമായി മനസ്സിനെ തള്ളിയിട്ട, തകർത്തിട്ട, മനസ്സിനെ കെട്ടിയിട്ട എല്ലാ ചിന്തകളിൽ നിന്ന്, എല്ലാ ഓർമ്മകളിൽ നിന്ന് എൻ്റെ ഈശോ എന്നെ ഏറ്റെടുക്കട്ടെ. എൻ്റെ ഈശോ എന്നെ സുഖപ്പെടുത്തട്ടെ. കൈകള് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാവോ? ഈശോ നിന്റെ കരങ്ങളിൽ ഇപ്പോൾ ചേർത്ത് പിടിക്കും. നിന്റെ ഈശോ നിന്റെ കരങ്ങളിൽ ഇപ്പോൾ കോർത്ത് പിടിക്കും. മോനെ, ഒറ്റയ്ക്കല്ല കേട്ടോ നീയ്. മോളെ, ഒറ്റയ്ക്കല്ല കേട്ടോ നീയ്. ഞാനുണ്ട് നിന്റെ കൂട്ടത്തില്. ഈശോയോടൊന്ന് പറയണം, എൻ്റെ മനസ്സിൽ നീ നിറയണം ഈശോയെ. ഒന്നുകൂടെ നിറയണം ഈശോയെ. ഇത്ര നാളും നിറഞ്ഞ പോലെയല്ല, ഒരു പുതിയ നിറവ് എനിക്ക് തരണം ഈശോയെ. ജീവിക്കാൻ ഒരു ആശ തരണം ഈശോയെ. ഫോർ യു ജീസസ്. എല്ലാം നിനക്ക് വേണ്ടി, എല്ലാം നിനക്ക് വേണ്ടി, എല്ലാം നിനക്ക് വേണ്ടി. എൻ്റെ ഈശോയെ, ഞാൻ ജീവിക്കുന്നുവെങ്കിൽ അത് നിനക്കായി, ഞാൻ മരിക്കുന്നുവെങ്കിൽ അത് നിനക്കായി. മനസ്സിൽ നീ വരണം ഈശോയെ. ആ വരികൾ ആലപിക്കുന്ന ഈ സമയം ഈശോ എന്നെ ശക്തിപ്പെടുത്തും, ഈശോ എന്നെ ബലപ്പെടുത്തും. നുറുങ്ങിയ മനസ്സോടെ നമുക്ക് ഒരുമിച്ച് പാടാം. ഈശോയെ വിളിക്കാം. മനസ്സിൽ നീ നിറയൂ, മനസ്സിൽ നീ നിറയൂ, മനസ്സിൽ നീ നിറയൂ നാഥ, മനസ്സിൽ നീ നിറയൂ. പാടിയാലോ? മനസ്സിൽ നീ നിറയൂ, എല്ലാവരും മനസ്സിൽ നീ നിറയൂ, ഉള്ളു തുറന്ന് മനസ്സിൽ നീ നിറയൂ നാഥ, മനസ്സിൽ നീ നിറയൂ. ആവർത്തിച്ച് പാടാം. മനസ്സിൽ നീ നിറയൂ, യേശുവേ, മനസ്സിൽ നീ നിറയൂ, തളർച്ചകളിൽ, മനസ്സിൽ നീ നിറയൂ, രോഗാവസ്ഥയിൽ, മനസ്സിൽ നീ നിറയൂ, നൊമ്പരങ്ങളിൽ, മനസ്സിൽ നീ നിറയൂ, യേശുവേ, മനസ്സിൽ നീ നിറയൂ, ആഗ്രഹത്തോടെ മനസ്സിൽ നീ നിറയൂ, യേശുവേ, മനസ്സിൽ നീ നിറയൂ, എല്ലാ കണ്ണുനീരും ഒപ്പിയെടുക്കണം. മനസ്സിൽ നീ നിറയൂ, എന്റെ ഈശോ നിറയണം, മനസ്സിൽ നീ നിറയൂ, എന്റെ ഈശോ നിറയണം, മനസ്സിൽ നീ നിറയൂ നാഥ, മനസ്സിൽ നീ നിറയൂ. സ്നേഹം പകരണം ഈശോ, സ്നേഹം പകരണമേ, യേശുവേ, സ്നേഹം പകരണമേ, ചേർത്ത് പിടിക്കണേ ഈശോ, സ്നേഹം പകരണമേ നാഥ, സ്നേഹം പകരണമേ, സ്നേഹം പകരണമേ, സ്നേഹം പകരണമേ, യേശുവേ, സ്നേഹം പകരണമേ, യേശുവേ, സ്നേഹം പകരണമേ നാഥ, സ്നേഹം പകരണമേ, പാടാം. സ്നേഹം പകരണമേ, പകരണമേ ഈശോയെ, സ്നേഹം പകരണമേ, യേശുവേ, സ്നേഹം പകരണമേ നാഥ, സ്നേഹം പകരണമേ, ശക്തി പകരണമേ, ശക്തി നിറയ്ക്കണമേ, യേശുവേ, ശക്തി നിറയ്ക്കണമേ, ജീവിക്കാൻ ശക്തി തരണം, ശക്തി നിറയ്ക്കണമേ നാഥ, ശക്തി നിറയ്ക്കണമേ, വിശ്വസിക്കാൻ ശക്തി തരണം, ശക്തി നിറയ്ക്കണമേ, വിശുദ്ധിയിൽ ജീവിക്കാൻ, ശക്തി നിറയ്ക്കണമേ, വിശ്വാസത്തിൽ വളരാൻ, ശക്തി നിറയ്ക്കണമേ നാഥ, ശക്തി നിറയ്ക്കണമേ, തീക്ഷ്ണതയിൽ ജ്വലിക്കാൻ, ശക്തി നിറയ്ക്കണമേ, യേശുവേ, ശക്തി നിറയ്ക്കണമേ, അങ്ങയെ ശുശ്രൂഷിക്കാൻ, ശക്തി നിറയ്ക്കണമേ നാഥ, ശക്തി നിറയ്ക്കണമേ, അവസാന ശ്വാസം വരെയും ശക്തി ജീവിക്കാൻ, നിറയ്ക്കണമേ, സന്തോഷത്തോടെ ജീവിക്കാൻ, ശക്തി നിറയ്ക്കണമേ, സ്നേഹത്തിൽ ജീവിക്കാൻ, ശക്തി നിറയ്ക്കണമേ നാഥ, ശക്തി നിറയ്ക്കണമേ, പാടാം. ശക്തി നിറയ്ക്കണമേ, യേശുവേ, ശക്തി നിറയ്ക്കണമേ, ആഗ്രഹിച്ച് പാടുന്നു എല്ലാവരും, ശക്തി നിറയ്ക്കണമേ നാഥ, ശക്തി നിറയ്ക്കണമേ, എല്ലാവരും ചേർന്ന്, ശക്തി നിറയ്ക്കണമേ, യേശുവേ, ശക്തി നിറയ്ക്കണമേ, എന്റെ യേശുവേ, ശക്തി നിറയ്ക്കണമേ നാഥ, ശക്തി നിറയ്ക്കണമേ,
പിടിച്ച് ശക്തി നിറയ്ക്കണമേ, നിറയട്ടെ ശക്തി, ശക്തി നിറയ്ക്കണമേ, നിറയട്ടെ ശക്തി, ശക്തി നിറയ്ക്കണമേ, നാഥാ ശക്തി നിറയ്ക്കണമേ, ദൈവശക്തി നിറയട്ടെ ഇപ്പോൾ, ശക്തി നിറയ്ക്കണമേ, ദൈവസ്നേഹം നിറയട്ടെ ശക്തി ഇപ്പോൾ. നിറയ്ക്കണമേ, യേശുവേ, ശക്തി നിറയ്ക്കണമേ, നാഥാ ശക്തി നിറയ്ക്കണമേ, പിന്തിരിഞ്ഞു പോകാൻ ഇടയാക്കല്ലേ ശക്തി ഈശോയെ. നിറയ്ക്കണമേ, ശക്തി നിറയ്ക്കണമേ, മടുത്തു എന്ന് പറയാൻ ഇടയാക്കല്ലേ ശക്തി ഈശോയെ. നിറയ്ക്കണമേ, നാഥാ ശക്തി നിറയ്ക്കണമേ, തളരുന്നു എന്ന് പറയാൻ ശക്തി ഇടയാക്കല്ലേ ഈശോയെ. നിറയ്ക്കണമേ, നിറയണേ ഈശോ, ശക്തി നിറയ്ക്കണമേ, നിറയണേ ഈശോ. ശക്തി നിറയ്ക്കണമേ, നാഥാ ശക്തി നിറയ്ക്കണമേ. ഹല്ലേലൂയ പാടാം ഒരുമിച്ച് ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഈശോയെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, കൈകൾ വീശി പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹൃദയപൂർവ്വം ഈശോയെ വിളിക്കുന്നു. യേശുവേ എന്ന നാമം എല്ലാവരും വിളിക്കുന്നു. ആരും ആരെയും നോക്കണ്ട, ഈശോയെ വിളിക്കുന്നു ഇപ്പോൾ. ഈശോ നിറയട്ടെ മനസ്സിൽ, ഈശോ നിറയട്ടെ ജീവിതത്തിൽ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കാൻ ശക്തി തരട്ടെ ഇപ്പോൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് വിളിക്കണം. കുടുംബം ഒന്നിച്ച് വിളിക്കണം. കുടുംബം ഒന്നിച്ച് ഈശോയെ വിളിക്കണം. സ്തുതിക്കുന്നു ഇപ്പോൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.